So hi all, welcome to this session. എൻ്റെ പേര് അശ്വിൻ പി ചന്ദ്രൻ. I am Director of CGP Career Revenues and Etsimo Private Limited. I have served as placement officer in reputed colleges for almost 22 years. So I'll be sharing you how to prepare for campus placements, what are the steps you have to take for see that you clear all the rounds of placement process and all. Okay. So all of you, I assume that are currently studying in completed a 6th semester and going to 7th semester. Okay. So, from the placement point of view, okay, the most crucial months are first 4 months of placement season. 8 more than top companies, campus placements in the placement season first 4 months are. Okay. ഈ 4 മാസം തന്നെ പ്ലേസ്മെന്റ് ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ എഫേർട്ടും നിങ്ങൾ ഇടണം. ഓക്കെ, അപ്പോൾ നോർമലി പല കമ്പനീസും പല ക്രൈറ്റീരിയ ആണ് നോക്കുന്നത്. ഓക്കെ, ഇറ്റ് വേരീസ് ഫ്രം കമ്പനി ടു കമ്പനി. ക്രൈറ്റീരിയ ഓഫ് പ്ലേസ്മെന്റ്സ് വേരി ഫ്രം കമ്പനി ടു കമ്പനി. ഓക്കെ, ഇപ്പൊ ചില കമ്പനി പറയാറുണ്ട് 65% നോ ബാക്ക്ലോഗ്. Majority of them say 70% no backlog. Some permit 1 backlog, some permit up to 2 backlogs. And some even don't allow debt backlog. So, this is very rare. Okay. But normally, placement in the companies, we have 3 service-based companies, product-based companies, and core companies. So, these service-based companies are the majority hiring in the companies, which is into IT sector. Product-based companies are IT. ഇവിടുത്തെ പ്രത്യേകത, ദിസ് സർവീസ് ബേസ്ഡ് കമ്പനീസ് ആർ കൺവെൻഷണൽ കമ്പനീസ്. ഓക്കെ, അവർ അക്കാഡമിക് GPA എല്ലാം നോക്കിയാണ് എടുക്കുന്നത്, എല്ലാം ലാസ്റ്റ് ഇന്റർവ്യൂ എല്ലാം നോക്കി എടുക്കുന്നത്. പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനീസിൽ നമ്മുടെ സ്കിൽസ് മാത്രമാണ് ഫാക്ടർ, എസ്പെഷ്യലി അവർ കോഡിംഗ് സ്കിൽസ്, ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ബ്രാഞ്ച്, ഇറസ്പെക്റ്റീവ് ഓഫ് അക്കാഡമിക് പെർഫോമൻസ്. കോർ കമ്പനീസ് നിങ്ങളുടെ സബ്ജക്ട് ഡൊമൈൻ എക്സ്പെർട്ടൈസ് ആണ് കോർ കമ്പനീസ് നോക്കുന്നത്. റൈറ്റ്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇനിയുള്ള ടൈം അപ്സ്കിൽ ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഞാൻ പ്ലേസ്മെന്റ് ഓഫീസറായിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പം there are some years where companies hire in very less numbers. But 2011 ഏറ്റവും കൂടുതൽ ഹയറിംഗ് നടന്ന ഒരു വർഷമായിരുന്നു 2011. അന്ന് എപ്പോഴും മാസ് റിക്രൂട്ടിംഗ് കമ്പനി എന്ന് പറയുന്നത് ഇൻഫോസിസ്, TCS, CTS, Accenture. ഇതാണ് പുതിയ മാസ് റിക്രൂട്ടിംഗ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ. ഒരു പക്ഷേ ഒരു ക്ലാസ്സിൽ, അതായത് നിങ്ങൾ ബിടെക് പഠിക്കുന്ന സിവിൽ ആയിക്കോട്ടെ, സൈബർ സെക്യൂരിറ്റി ആയിക്കോട്ടെ, ഡേറ്റ സയൻസ് ആയിക്കോട്ടെ, കെമിക്കൽ ആയിക്കോട്ടെ, ഒരു ക്ലാസ്സിൽ 50 പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈവൻ 50 പേരും ടെസ്റ്റ് നന്നായി പെർഫോം ചെയ്താൽ എടുക്കാൻ ചാൻസ് ഉള്ള കമ്പനീസ് ആണ് ഇത്. ഇറ്റ് ഡസന്റ് ഹാപ്പൻ ഇൻ ദാറ്റ് വേ. എക്സാമ്പിൾ പറയാണ്, ദേ ആർ റിയലി മാസ് റിക്രൂട്ടിംഗ് കമ്പനീസ്. അവർക്ക് കട്ട് ഓഫ് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ 400 വേക്കൻസി 500 വേക്കൻസി ഒന്നുമില്ല. ഒരു ടെസ്റ്റ് ക്രൈറ്റീരിയ ഉണ്ട്. ആ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്ന ഒരു ഗ്രേഡ്, ഫോർ എക്സാമ്പിൾ 20 മാർക്സ് ആണെന്ന് വെച്ചോ, 17 എത്തുന്ന എല്ലാ കുട്ടികളെയും അവർ അടുത്ത റൗണ്ടിലോട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഓക്കെ, ചില കമ്പനീസ് അങ്ങനെയല്ല, ടോപ്പ് 20 ടോപ്പ് 1 to 3 അങ്ങനെ പറയുന്നവരുണ്ടാവും ഒരു കോളേജിൽ നിന്ന്. ഓക്കെ, അങ്ങനെ പല ക്രൈറ്റീരിയ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതാണ് മാസ് റിക്രൂട്ടിംഗ് കമ്പനീസ്. ഇൻഫോസിസ്, TCS, CTS, Accenture ആണ്. ദേ റിക്രൂട്ടിംഗ് വെരി ലാസ്റ്റ് നമ്പർ. പിന്നെ Capgemini, IBM അങ്ങനത്തെ കമ്പനീസ് ഉണ്ട്. ഇപ്പൊ സിവിൽ എടുത്താൽ L&T ഉണ്ട്, ഷോബ ഡെവലപ്പേഴ്സ് ഉണ്ട്. നൗ പതുക്കെ ഗേറ്റ് സ്കോർ ബേസ് ചെയ്ത് ബയോടെക്നോളജി, കെമിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഓപ്പർച്യൂണിറ്റീസ് ഹൈ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത കാറ്റഗറി ഓഫ് കമ്പനീസ് ആർ കമ്പനീസ് വിച്ച് ഡസന്റ് റിക്രൂട്ട് ഇൻ ഹ്യൂജ് നമ്പർ ബട്ട് ഇൻ ഡീസന്റ് നമ്പർ. ഓക്കെ, maybe IBM comes under that category. They recruit in good number but not in large number. ഇവിടെയൊക്കെ പ്ലേസ്ഡ് ആവണമെങ്കിൽ എല്ലാ കമ്പനീസിന്റെയും ഫസ്റ്റ് പ്രോസസ് സെയിം. ഇപ്പം പണ്ടൊക്കെ ഓഫ്ലൈൻ ടെസ്റ്റ് ആയിരുന്നു, ഇപ്പം എല്ലാവരും ഓൺലൈൻ ടെസ്റ്റ് ആണ്. ഫസ്റ്റ് വിൽ ബി എ ടെസ്റ്റ്. ആ ടെസ്റ്റിന്റെ അകത്ത് ശ്രദ്ധിക്കുക, ആപ്റ്റിറ്റ്യൂഡ് പാർട്ടുണ്ട്, വെർബൽ പാർട്ടുണ്ട്. ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു പാർട്ടാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പാർട്ട്, വെർബൽ പാർട്ട്, റീസണിങ് പാർട്ട്, ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് കമ്പനി ആണെങ്കിൽ ഇലക്ട്രോണിക്സ് ബേസ്ഡ് MCQ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, സിവിൽ കമ്പനി ആണെങ്കിൽ സിവിൽ ബേസ്ഡ് MCQ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. IT കമ്പനി ആണെങ്കിൽ സ്യൂഡോ കോഡ് ചോദിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലോജിക് ഔട്ട്പുട്ട് എന്തായിരിക്കും, കൺസെപ്റ്റ് ആണ് നോക്കുന്നത് മൊത്തം. ഓക്കെ, ഇലക്ട്രോണിക്സ് കമ്പനി ആണെങ്കിൽ ഡിജിറ്റൽ
അൺലോക്ക് സർക്യൂട്ട്, നെറ്റ്വർക്ക് അനാലിസിസ് അങ്ങനെ ചോദിക്കാറുണ്ട്. സിവിൽ ആണെങ്കിൽ വേരീസ് ഫ്രം കമ്പനി ടു കമ്പനി റിക്വയർമെന്റ്. ഇങ്ങനെയാണ് പൊതുവെ വരുന്നത്. ഇത്രയും റൗണ്ട് കഴിഞ്ഞാൽ അടുത്തത് IT കമ്പനീസ് ആണെങ്കിൽ ഇപ്പോൾ ട്രെൻഡ് ദേ ആസ്ക് കോഡിംഗ് ക്വസ്റ്റ്യൻസ്. അത് കമ്പനീസിന്റെ പാക്കേജ് അനുസരിച്ച് മാറും. ഇപ്പൊ TCS തന്നെ 2-3 പ്രോസസ് ഉണ്ട്. വേർ ഇൻ സം പ്രോസസ് 2 to 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. വൺ വിൽ ബി അറ്റ് മീഡിയം ലെവൽ ആൻഡ് വൺ വിൽ ബി ഓഫ് ഹയസ്റ്റ് കോംപ്ലക്സിറ്റി. ഇൻഫോസിസ് തന്നെ സ്യൂഡോ കോഡ് റൗണ്ടേ ഉള്ളൂ, കോഡിംഗ് ഇല്ല. സ്പെഷ്യലിസ്റ്റ് പ്രോഗ്രാമർ റൗണ്ട് വരുമ്പം ദേ ആസ്ക് 3 coding questions where you have to apply advanced data structures, dynamic programming, 3D algorithm approach solve ചെയ്യേണ്ടി വരും. ഈ റൗണ്ട് കഴിഞ്ഞാൽ അടുത്ത റൗണ്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരിക്കാം. ഓക്കെ, വേർ യു വിൽ ബി ഹാവിംഗ് എ ഡിബേറ്റ് ഓവർ എ ടോപ്പിക്. അത് കഴിഞ്ഞാൽ ടെക് ഇന്റർവ്യൂ, HR ഇന്റർവ്യൂ തന്നെ 2 to 5 ലെവൽസ് വരെ പോവാറുണ്ട്. ദെൻ യു ഗെറ്റ് ദ ഓഫർ ലെറ്റർ. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ 3 വർഷം നോക്കുമ്പോൾ പ്ലേസ്മെന്റ്സ് ഹാസ് കം ഡൗൺ ഡ്രാസ്റ്റിക്കലി. ഇപ്പൊ ചില ടോപ്പ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഐ സേ ഈസ് 6 lakhs ഒരു ആവറേജ് ആണ്. ഇറ്റ് വേരീസ്. ഓൺ ആവറേജ് 6 lakhs ആണ് ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് 2027 പാസ് ഔട്ട് ആവുമ്പം ഐഡിയൽ പാക്കേജ് എന്ന് പറയുന്നത് ഐഡിയലി 6 lakhs ആയിരിക്കും. ഓഫ് കോഴ്സ് വി ക്യാൻ ഗോ ബിയോണ്ട് ദാറ്റ്, ബട്ട് there are some core companies for a fresher or 2 lakhs or 1 lakh കൊടുക്കുന്ന core companies കാണും. അവിടെ that's fine because you are gaining experience and after 2 years you get lot of benefits. Normally 6 lakhs per annum is a decent package. പക്ഷേ product based companies pay from 8 lakhs per annum to 1 crore per annum. അതിനെ അവർ നോക്കുമ്പോൾ ഒറ്റ കാര്യമുള്ളൂ, you should be exceptionally good in your coding skills. Coding skills you should be exceptionally good ആയിരിക്കണം. ഓക്കെ, അവിടെ പാക്കേജ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ കോഡിംഗ് സ്കിൽസ്. ഓക്കെ, അവിടെ ട്രെയിനിങ് ഒന്നും ഉണ്ടാവില്ല. ഒരു വർഷം മാക്സിമം 3-4 പേരെയൊക്കെ ഹയർ ചെയ്യുന്നത്. ആൻഡ് യു ആർ വൺ അമംഗ് ദം ആൻഡ് യു ആർ ഗെറ്റിംഗ് ദാറ്റ് പാക്കേജ്. ഇപ്പൊ ഇൻഫോസിസ് TCS ഒക്കെ 10-500 പ്രോജക്ട്സ് കാണും. ഈ സ്റ്റാർട്ടപ്പ് പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് മേ ബി 2 to 3 പ്രോജക്ട്സ് ഒക്കെ ഉണ്ടാവുന്നത്. ആൻഡ് ദേ ഹാവ് വെരി ഫ്യൂ ഇൻ നമ്പർ ആൻഡ് പേ ഹൈ പാക്കേജ് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തിങ് ഞാനൊരു സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, PPT. ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയില് ഇത് വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഫസ്റ്റ് തിങ്, ഇപ്പൊ കഴിഞ്ഞ 3 വർഷമായി എടുക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ പ്ലേസ്മെന്റ്സ് വളരെ 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 കുറവാണ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് നോൺ ടെക്നിക്കൽ ജോബ്സ്, BPO, സെയിൽസ് മാർക്കറ്റിംഗ് ജോബ്സ് അല്ല. എഞ്ചിനീയറിംഗ് റിക്രൂട്ട്മെന്റ് വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ 2 ഫാക്ടർ ഉണ്ട്. ഔട്ട്സൈഡ് കേരള സ്റ്റുഡൻസ് പ്ലേസ്മെന്റ് പ്രിപ്പറേഷൻസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ പുതിയ ഫസ്റ്റ് ഇയറിലെ സ്പെൻഡ് ചെയ്യാറുണ്ട് ടൈം. നമ്മുടെ കുട്ടികള് യൂണിവേഴ്സിറ്റി എക്സാം പഠിക്കുന്നത് പോലെ ലാസ്റ്റ് നിമിഷമാണ് പ്ലേസ്മെന്റ് പ്രിപ്പറേഷന് പഠിക്കുന്നത്. സോ ഫസ്റ്റ് മിസ്റ്റേക്ക് ഇസ് സ്റ്റുഡൻസ് ഡോണ്ട് ഫോക്കസ് ഈക്വലി ഓൺ ഓൾ ദ മോഡ്യൂൾസ്. ചില കുട്ടികൾ ആപ്റ്റിറ്റ്യൂഡ് മാത്രം പഠിക്കും. പല non-IT സ്റ്റുഡൻസ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, കെമിക്കൽ, സിവിൽ, മെക്കാനിക്കൽ, ഈവൻ കമ്പ്യൂട്ടർ സയൻസ്, ഈവൻ ദോ പാർട്ട് ഓഫ് IT ആണെങ്കിൽ പോലും കോഡിംഗ് പാർട്ട് സീരിയസ് ആയിട്ട് എടുക്കൂല. എന്ന് പറഞ്ഞാൽ ബയോളജി ആയിരുന്നു, എനിക്ക് കോഡിംഗ് പറ്റില്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് റീസൺ. ഡീസെന്റ് കോഡിംഗ് സ്കിൽസ് ഉണ്ടെങ്കിൽ you can crack service-based companies. In a civil companies, kind of Shobha developers വന്നപ്പം നമ്മുടെ അവിടെ നിന്ന് കുറെ സ്റ്റുഡൻസ് ഹയർഡ് ആയി. ഓക്കെ, why? Because we taught them the 3 to 4 subjects that they're continuously asked in their placement process. അപ്പൊ അങ്ങനെ പാറ്റേൺ നന്നായിട്ട് പഠിക്കുക. ഒപ്പം നമ്മുടെ ഒരു കണക്കൂട്ടൽ ഇങ്ങനെയാണ്, ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയാം. ഒരു ആവറേജ് സ്റ്റുഡന്റ് 250 hours പ്ലേസ്മെന്റ് പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ വലിയ ഡിഫിക്കൽട്ടി ഇല്ലാതെ പ്ലേസ്മെന്റ് കിട്ടും. ഓക്കെ, ഇപ്പൊ കുട്ടികളുടെ ഇഷ്യൂ, ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി ജൂലൈയിൽ പഠിക്കാൻ തുടങ്ങാൻ തീരുമാനിച്ചു. പ്ലേസ്മെന്റ്സ് ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യും. ജൂലൈയിൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ തീരുമാനിക്കുമ്പോൾ പൊതുവെ നല്ല കമ്പനീസ് ഫസ്റ്റ് 2 months 3 months കഴിയുമ്പോൾ റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ആവും. അപ്പൊ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്താൻ നമുക്ക് സമയം കിട്ടാറില്ല. ഓക്കെ, സോ ഡോണ്ട് സ്റ്റഡി ഇൻ ദ ലാസ്റ്റ് മിനിറ്റ്. ടൈം മാനേജ്മെന്റ് യു ഹാവ് ടു പ്രാക്ടീസ്. കാരണം കേരള കീം എൻട്രൻസ് പോലെയോ JEE പോലെയോ നീറ്റ് പോലെയാണ് ടൈം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ 4 സെഷൻസ് ഉണ്ടെന്ന് വെച്ചോ, ഓരോന്നിനും കട്ട് ഓഫ് ഉണ്ടാവും. സോ ടൈം മാനേജ്മെന്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു ഗിവ് നന്നായിട്ട് കോഡിങ്. IT ഹാർഡ് കോർ റിയാലിറ്റി ആണ്. നിങ്ങൾ മെക്കാനിക്കൽ ആയിക്കോട്ടെ, എയറോനോട്ടിക്കൽ ആയിക്കോട്ടെ, കെമിക്കൽ ആയിക്കോട്ടെ, ബേസിക് കോഡിങ് അറിഞ്ഞിരിക്കുക. S2 ഒരു കുട്ടി S2 C പ്രോഗ്രാമിങ്ങോ പൈതണോ പഠിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി 30-40 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ TCS ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. ആ രീതി നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അണ്ടർസ്റ്റാൻഡ്? അവിടെ പ്രാക്ടീസ് ചെയ്യുക.
പിന്നെ കാണിക്കുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്, കുട്ടികളുടെ പ്ലേസ്മെന്റ് സമയമാകുമ്പോൾ ദേ സ്റ്റാർട്ട് ടു ജോയിൻ ഫോർ ഫുൾ സ്റ്റാക്ക് കോഴ്സസ്. പൈത്തൺ ഫുൾ പഠിക്കാൻ പോകും, ജാവ ഫുൾ പഠിക്കാൻ പോകും. അത് പ്ലേസ്മെന്റ് ആയിട്ട് ഗുണമില്ല. ഒരു കുട്ടി കോഴ്സ് കഴിഞ്ഞ് പ്ലേസ്ഡ് ആയില്ലെങ്കിൽ അപ്പൊ ഫുൾ സ്റ്റാക്ക് കോഴ്സ് ഗുണമുണ്ട്. നിങ്ങൾക്ക് ചെറിയ ചെറിയ കമ്പനി ഇന്റേൺഷിപ്പ് കിട്ടും, 5,000 to 6,000 സ്റ്റൈഫൻഡ് കിട്ടും. പക്ഷെ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് ആണ് നോക്കുന്നെങ്കിൽ ഫുൾ സ്റ്റാക്ക് കോഴ്സിനെക്കാട്ടി പ്രോബ്ലം സോൾവ് ചെയ്യാൻ പഠിക്കണം. വേർഡ് പ്രോബ്ലംസ്, ഡേറ്റ സെക്ടേഴ്സ്. ഇപ്പൊ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനല്ല, വേർഡ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പഠിക്കണം. അതാണ് പ്ലേസ്മെന്റ്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. ഇനി എല്ലാ ഡിഫറെന്റ് കമ്പനീസിന് പാറ്റേൺ ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഡെലോയിറ്റിന്റെ പാറ്റേൺ ആണ് ഇത്. കോണ്ട് ഉണ്ട്, ലോജിക്കൽ ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ടെക്നിക്കൽ സ്കിൽസ്, കോഡിംഗ്, അങ്ങനെ ഡിഫറെന്റ് കമ്പനീസ് ഹാവ് ഡിഫറെന്റ് പാറ്റേൺ. അക്സെഞ്ചറിന്റെ ബിഹേവിയറൽ അസസ്മെന്റ്, കോഗ്നിറ്റീവ് അസസ്മെന്റ്, ഗെയിമിഫൈഡ് വേർഷൻസ് ആണ്. സ്യൂഡോ കോഡ് ഉണ്ടായിരുന്നു, ഇത്തവണ ടെക്നിക്കൽ അസസ്മെന്റ് ആക്കി. ക്യാപ്ജെമിനി ഇതേപോലെ സ്യൂഡോ കോഡ്. MCQ ക്വസ്റ്റ്യൻസ് നോർമലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം DBMS ബേസ്ഡ് ആയിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, കോഡിംഗ് റൗണ്ടിൽ കോഡിംഗ് ക്വസ്റ്റ്യൻസ് യു ക്യാൻ ഡു C++, ജാവ ഓർ പൈത്തൺ. ഓക്കെ, കോഗ്നിസന്റ് 2 ടൈപ്പ് ഉണ്ട്. നോർമലി റൗണ്ട് 2 പല കുട്ടികൾക്ക് പല കോളേജിൽ നടന്നു കഴിഞ്ഞായിരുന്നു. അവിടെ ടെക്നിക്കൽ അസസ്മെന്റ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ SQL, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഏകദേശം ഒരു കോമൺലി ടെക്നിക്കൽ മോഡ്യൂൾസ് ഉള്ള കമ്പനീന്റെ പാറ്റേൺ. ക്ലൗഡ്, വെബ് സീനിയർ, വെബ് ടെക്നോളജി, HTML അങ്ങനത്തെ സംഭവങ്ങൾ ചോദിക്കും. ദെൻ കോഡിംഗ് ക്വസ്റ്റ്യൻസ് MCQ ബേസ് ചെയ്തും അല്ലാതെ ടെക്നിക്കൽ ആൻഡ് MCQ ബേസ് ക്വസ്റ്റ്യൻസ്, കോഡിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇൻഫോസിസിന്റെ കേസ് 3 പ്രോസസ് ഉണ്ട്. നോർമൽ ഇൻഫോസിസിന്റെ അകത്ത് 15 ക്വസ്റ്റ്യൻസ് റീസണിംഗ്, ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ പ്യുവർ സ്യൂഡോ കോഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ലോജിക്കൽ റീസണിംഗ്, ഗ്രാമർ ബേസ്ഡ്, എസ്സേ റൈറ്റിംഗ്, ഇങ്ങനെയാണ് ഇൻഫോസിസ് പാറ്റേൺ. ഇതേ കമ്പനി സ്പെഷ്യലിസ്റ്റ് പ്രോഗ്രാമർ ആവുമ്പം 3 കോഡിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. യു ഹാവ് ടു, അതിന്റെ 3 മണിക്കൂർ ഡ്യൂറേഷൻ ആണ്. ഹാക്ക് വിത്ത് ഇൻഫി എന്ന സംഭവമുണ്ട്, ഏകദേശം പാറ്റേൺ സെയിം ആണ്. TCS NQT ഇതേപോലെയാണ്. ഇപ്പം 55 ക്വസ്റ്റ്യൻസിന്റെ ഫസ്റ്റ് സെഷൻ ഉണ്ടാവും. ഈ ഡിജിറ്റൽ അങ്ങനത്തെ അഡ്വാൻസ് വേർഷൻ വേണ്ട കുട്ടികൾക്ക് 14 to 16 MCQ, നോൺ MCQ ക്വസ്റ്റ്യൻസും 2 to 3 കോഡിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അഡ്വാൻസ് ഡീറ്റെയിൽ വേർഷൻ കിട്ടാൻ. ഓക്കെ, അപ്പൊ ഇവിടെ വാട്ട് യു വാണ്ട് ഇസ് ഹൈ ലെവൽ ഓഫ് കോമ്പറ്റൻസി എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ ആപ്റ്റിറ്റ്യൂഡ് സ്ട്രോങ് ആയിരിക്കും, വെർബൽ വീക്ക് ആയിരിക്കും, ചില ഒരു സ്കോർ സബ്ജക്ട് സ്ട്രോങ് ആയിരിക്കും, റീസണിങ് വീക്ക് ആയിരിക്കും. ഓരോ റൗണ്ടും മിനിമം കട്ട് ഓഫ് നേടാൻ നിങ്ങൾക്ക് പറ്റണം. സോ യു ഷുഡ് ബി വെൽ ട്രെയിൻഡ് ഇൻ ദാറ്റ്. പിന്നെ എല്ലാ റൗണ്ട്സും അത്യാവശ്യം കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യാൻ പറ്റണം. ഇതാണ്. അപ്പൊ പ്ലേസ്മെന്റ്സ് യൂണിവേഴ്സിറ്റി എക്സാമിന് റാങ്ക് വാങ്ങുന്ന ഒരു കുട്ടി നീഡ് നോട്ട് ക്രാക്ക് പ്ലേസ്മെന്റ് ഇൻ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സീസൺ. ഇപ്പൊ നമ്മൾ കുട്ടികൾ കണ്ടുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ, ഞാൻ യൂണിവേഴ്സിറ്റി ടോപ്പർ ആണ്, പ്ലേസ്മെന്റ് കിട്ടിയില്ലെങ്കിൽ വാട്ട് അതേഴ്സ് വിൽ തിങ്ക് അബൌട്ട് മീ. ആ ഒരു ഇൻഹിബിഷൻ അവരെ നന്നായി പെർഫോം ചെയ്യാൻ പറ്റാതാകുന്നുണ്ട്. സോ ഡോണ്ട് ബി ലൈക്ക് ദാറ്റ്. യു ഗീവ് യുവർ ബെസ്റ്റ്. ഇന്നും ഇപ്പൊ 25th ആയി, 250 hours, ഒരു എക്സാക്ട് നമ്പർ പറഞ്ഞതല്ല, മിനിമം നിങ്ങൾ ജൂൺ 25th ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ യുവർ ടാസ്ക് ഇസ് ഗോയിങ് ടു ബി മച്ച് ഈസിയർ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുഴപ്പം കാരണം പ്ലേസ്ഡ് ആവാതിരിക്കാനുള്ള ചാൻസ് റിമോട്ടായി മാറും. ഓക്കെ, ഇപ്പൊ കുട്ടികൾ ചെയ്യുന്നൊരു വലിയ സംഭവം, ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ ഓർഗനൈസേഷൻ പലർക്കും അറിയാമോ എന്നറിയില്ല, CGP കരിയർ അവന്യൂസ് എന്ന് പറയും. CGP സ്റ്റാൻഡ്സ് ഫോർ സെന്റർ ഫോർ ഗേറ്റ് ആൻഡ് പ്ലേസ്മെന്റ്. നമ്മൾ 2014 പ്ലേസ്മെന്റ് ട്രെയിനിങ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തൊരു ഓർഗനൈസേഷൻ ആണ്. നമുക്ക് 2 പ്രോഡക്ട്സ് ആണ് ഉള്ളത്. ഒന്ന് പ്ലേസ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാം, അത് കോളേജസ് ചെയ്യാറുണ്ട്, റീറ്റെയിൽ ആയിട്ട് പല കുട്ടികളും ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഗേറ്റ്, ISRO, PSU കോച്ചിങ്. ഇപ്പൊ നമ്മുടെ CGPയുടെ പ്രത്യേകത, ഇറ്റ്സ് റൺ ബൈ എക്സ്മോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു ഓർഗനൈസേഷൻ നടത്തുന്നത്. 2 ഡിഫറെന്റ് വെർട്ടിക്കൽസ് ആണ് 2 ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പൊ പ്ലേസ്മെന്റ് ട്രെയിനിങ്ങിന്റെ സംഭവം വരുമ്പോൾ വി ഹാവ് സ്റ്റുഡൻസ് അക്രോസ് ഇന്ത്യ. ഇപ്പൊ ഡൽഹിയില് ഒരു കമ്പനി ഡ്രൈവ് നടത്തി. ഓക്കെ, വി ആർ അവെയർ അബൌട്ട് ദാറ്റ് പാറ്റേൺ. അത് മാറ്റാം, കേരളത്തിൽ വരുമ്പോൾ പാറ്റേൺ മാറ്റാം. ഇപ്പൊ ലേറ്റസ്റ്റ് പാറ്റേൺ ആണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഗേറ്റ് PSU വരുമ്പം കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന്റെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ CGP കരിയർ അവന്യൂസ് ആണ്. കോളേജ് ഗോയിങ് സ്റ്റുഡൻസ്, നമ്മുടെ ഫോക്കസ് കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ആണ്, റിപ്പീറ്റേഴ്സ് അല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്തൊരു പ്രത്യേകത, അതൊരു സ്ലൈഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ സ്റ്റുഡന്റിനും വി ഗിവ് എ സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ഓൺ ദെയർ സ്കിൽ സെറ്റ്. ഇപ്പൊ A എന്നൊരു സ്റ്റുഡന്റ് പ്ലാൻ ആയിരിക്കില്ല Bയുടെ, ബിക്കോസ് അവിടെ ചില കുട്ടികൾ കോഡിംഗ് വളരെ വീക്ക് ആയിരിക്കും. ആ കുട്ടി പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി ഫോക്കസ് ചെയ്ത് 2 ലെവലിൽ പോകും. ഒരു കെമിക്കലിൽ ഒരു കുട്ടി അല്ലെങ്കിൽ ബയോടെക്നോളജിയിലെ കുട്ടിക്ക് കോഡിംഗ് കോൺഫിഡൻസ് ഇല്ല,
സോ അവരുടെ ഫോക്കസ് ഇൻഫി TCS ടൈപ്പ് കമ്പനീസ് ക്രാക്ക് ചെയ്യുന്നതായിരിക്കും, അല്ലാതെ ഹാക്ക് വിത്ത് ഇൻഫിയോ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി ആവാൻ പാടില്ല. ചില കുട്ടികൾ എക്സെപ്ഷൻ അക്കാഡമിക്സ് വളരെ മോശമായിരിക്കും, ആപ്റ്റിറ്റ്യൂഡ് മോശമായിരിക്കും, പക്ഷെ കോഡിങ് അത്യാവശ്യം കൊള്ളാം. ആ കുട്ടികൾ ഹാക്ക് വിത്ത് ഇൻഫി പോലത്തെ കമ്പനീസ് വേണം, അല്ലെങ്കിൽ കോൺടെസ്റ്റ് അയക്കാൻ ക്രാക്ക് ചെയ്യാൻ നോക്കേണ്ടത്. അപ്പം ഓരോ കുട്ടിയുടെ പ്ലാൻ ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ പ്രത്യേകത, വി ഹാവ് എ ഡെഡിക്കേറ്റഡ് പ്ലാറ്റ്ഫോം വേർ പാറ്റേൺ ഓഫ് ഓൾമോസ്റ്റ് ഓൾ കമ്പനീസ് ആർ ഗിവൺ. അപ്പൊ ഏകദേശം പ്ലേസ്മെന്റ്സിന് വരുന്ന എല്ലാ കമ്പനികളുടെ പാറ്റേൺ നമുക്ക് അവൈലബിൾ ആണ്. ഇ ബുക്ക് ഫോർമാറ്റിലും ടെസ്റ്റ് ഫോർമാറ്റിലും കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ യുണീക്ക് ആയിട്ട് ഒരു കോഡിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലിറ്ററലി കഴിഞ്ഞു. ലീഡ് കോഡ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ആണ്. പൈത്തണിലും ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ബാക്കി ലാംഗ്വേജ് പറ്റും. പൈത്തൺ നമ്മുടെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മുടെ കുട്ടികളാണെങ്കിലും സിഒ ജാവ ആണെങ്കിൽ എക്സ്ട്രാ സെർവറിലാണ് റൺ ചെയ്യുന്നത്. സോ ഓൺ ഡിമാൻഡ് അവർക്ക് യൂസ് ചെയ്യാം. ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി ഉൾപ്പെടെ നിങ്ങൾക്ക് കോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഏകദേശം 1000 കോഡിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ലെവൽ 0 ആണെങ്കിൽ ലെവൽ 5 ആണ് അൾട്ടിമേറ്റ് ലെവൽ എന്ന് വെക്കുക. ലെവൽ 0 ഒരു കുട്ടി ലെവൽ 2 3 ആവാൻ പറ്റും ത്രൂ ദിസ് പ്ലാറ്റ്ഫോം. പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, CGPയുടെ പ്രത്യേകത, നമ്മൾ കോളേജ് ബേസ്ഡ് സെമിനാറും വെബിനാറും ആണ് പൊതുവെ ചെയ്യാറുള്ളത്. അല്ലാതെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെറുതായിട്ട് ഇപ്പം വലിയ ഇൻവെസ്റ്റേഴ്സ് വന്നപ്പോൾ സ്റ്റാർട്ടഡ്, ബട്ട് വി ബിലീവ് നോട്ട് മാർക്കറ്റിംഗ് ഇസ് ദ ബെസ്റ്റ് വേ ടു മാർക്കറ്റ്. അപ്പം ഇതാണ് only coaching center in India which have separate material for almost all companies that come for recruitment. കഴിഞ്ഞ തവണ ശോഭ ഡെവലപ്പേഴ്സ് സിവിൽ കുട്ടികൾക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഹയർ ചെയ്ത് നമ്മുടെ അവിടെ നിന്നാണ്. ഇനി ഇവിടെ ഓൺലൈനായിട്ട് പ്ലേസ്മെന്റ് ട്രെയിനിങ് ചെയ്യുന്ന കുട്ടികളാണ്. രണ്ടാമത്തെ ഒരു പ്രത്യേകത, KTU കഴിഞ്ഞ തവണ നമ്മുടെ യൂണിവേഴ്സിറ്റി ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇൻഫോസിസ് ഡ്രൈവ് നടത്തി ലേഡി സ്റ്റുഡൻസിന്. അതിൽ പ്ലേസ്ഡ് ആയിട്ടുള്ള 85% above trained by us. സെയിം വിത്ത് TCS, ഇൻഫോസിസ്, TCS, CTS, അക്സെഞ്ചർ വരുമ്പോൾ നാഷണലി ഏറ്റവും കൂടുതൽ കുട്ടികളെ ഹയർ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ സ്റ്റുഡൻസിനെയാണ്. പിന്നെ നമ്മുടെ അവിടുത്തെ പ്രത്യേകത, സ്റ്റുഡൻസ് ഗെറ്റ് അൺലിമിറ്റഡ് മോക്ക് ഇന്റർവ്യൂസ്. കഴിഞ്ഞ വർഷം GC തൃശ്ശൂരിൽ ഇൻഫോസിസ് പ്ലേസ്മെന്റ് വന്നു, ടെസ്റ്റ് കഴിഞ്ഞു, അടുത്ത ദിവസമാണ് ഇന്റർവ്യൂ. ടെസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ആയ കുട്ടികൾക്ക് we did mock interview till 2 AM. നമ്മുടെ പാനൽ did mock interviews till 2 AM. ഇതാണ് നമ്മുടെ പ്രത്യേകത, അൺലിമിറ്റഡ് മോക്ക് ഇന്റർവ്യൂസ്. ഒരു കുട്ടിയുടെ മാജിക് ഒന്നുമില്ല. ഒരു കുട്ടി ഇവിടെ ജോയിൻ ചെയ്ത പല സ്റ്റുഡൻസും ജോയിൻ ചെയ്യും, ഫീസ് അടയ്ക്കും, പഠിക്കാതെ പോകാറുണ്ട്. പക്ഷെ എഫേർട്ട് ഇടാൻ റെഡിയാണ്. ഇന്ന് തന്നെ ഒരു കുട്ടി പറയുകയാണ്, ഞാൻ ഇനി ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്. ഐ വോണ്ട് ടു ഗെറ്റ് പ്ലേസ്ഡ് ഇൻ എ ഗുഡ് കമ്പനി. എന്റെ ടാർഗറ്റ് ഈ വരുന്ന ഓണം സീസണിന് മുമ്പ് പ്ലേസ്ഡ് ആവണം ആണ് എന്റെ ആഗ്രഹം. ഐ എം റെഡി ടു പുട്ട് എഫേർട്ട് ഫോർ ദാറ്റ്. ദെൻ വി ക്യാൻ ടേക്ക് കെയർ ഓഫ് ദം. പക്ഷെ സ്വന്തം ഒരു ഡെഡിക്കേഷൻ ഇല്ലെങ്കിൽ വി ആർ ഹെൽപ്ലെസ്. അപ്പം സോ ഇന്റേൺഷിപ്സ് നല്ലതാണ്, ഹാക്കത്തോൺ, കോഡത്തോൺ ഒക്കെ നല്ലതാണ്. ബട്ട് പ്ലേസ്മെന്റ് പ്രിപ്പറേഷൻ സീരിയസ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ ഓൾ ദീസ് ആർ മീനിങ്ലെസ്. കാരണം ഫസ്റ്റ് 4 റൗണ്ട്സ് ക്ലിയർ ചെയ്ത് ഇന്റർവ്യൂ സമയം എത്തുമ്പോൾ മാത്രമേ അവർ നിങ്ങൾ എന്ത് ഹാക്കത്തോണിൽ പങ്കെടുത്തിട്ടുണ്ട്, എന്ത് ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുള്ളൂ നോക്കത്തുള്ളൂ. ഒരു കുട്ടി പോലും ഇന്ത്യയിൽ ഒരു നല്ല സർവീസ് ബേസ്ഡ് കമ്പനിയിലോ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയിലോ ഇന്റേൺഷിപ്പ് കാരണം പ്ലേസ്മെന്റ് കിട്ടിയിട്ടില്ല, ടു ബി ഓണസ്റ്റ്. പക്ഷെ there are some startups ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ ഓഫർ ചെയ്യാറുണ്ട്. ബട്ട് some are stable, some are not stable. നോർമൽ കമ്പനീസ് പ്ലേസ്ഡ് ആവുമ്പോൾ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്റ്റോ 2 പ്രോജക്റ്റ് ഡിപ്പെൻഡന്റ് അല്ല. റിസഷൻ വന്നാൽ പോലും അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ ടോപ്പ് കമ്പനീസ് ഹയറിംഗ് ഏകദേശം 50 to 70% കുറച്ചിട്ടുണ്ട്. സോ യു ഷുഡ് ബി ദ ബെസ്റ്റ്. അത്രയും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പ്ലേസ്ഡ് ആവാൻ ചാൻസ് ഉള്ളൂ. ഇനി പല കുട്ടികൾക്കും പറ്റുന്ന വേറെ മിസ്റ്റേക്ക്, അവരവർ പഠിക്കുന്ന കോളേജസ് പ്ലേസ്മെന്റ്സ് കുറെ കഴിഞ്ഞ് നടക്കുള്ളൂ എന്ന് വിചാരിക്കാറുണ്ട്. ബട്ട് കമ്പനീസ് അനൗൺസ് വെരി ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ നല്ല പ്രിപ്പയർഡ് ആയിരിക്കണം. ലാസ്റ്റ് നിമിഷം പ്രിപ്പറേഷൻ കൊണ്ട് പ്ലേസ്മെന്റ് ആയിട്ടുള്ള പോസിബിലിറ്റി പൊതുവെ വളരെ കുറവാണ്. സോ പ്രിപ്പയർ ഇൻ അഡ്വാൻസ്, പ്രിപ്പയർ വെൽ ഇൻ അഡ്വാൻസ് ഫോർ പ്ലേസ്മെന്റ്സ്. ഒരു പ്ലേസ്മെന്റ് ഒരു ആക്സിഡന്റ് പോലെ നടക്കത്തില്ല. നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് ഡിസേർവിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിനാണ് പൊതുവെ കിട്ടാറുള്ളത്. 90% ഹാർഡ് വർക്ക്, ഓഫ് കോഴ്സ് 10% ലക്ക്, ദാറ്റ്സ് എവരിവെയർ. ഓക്കെ. ഇനി വേറെ IT ഇൻഡസ്ട്രിയിൽ നിങ്ങൾ പ്ലേസ്ഡ് ആയി കോഡിംഗ് ഇഷ്ടം അല്ലെങ്കിൽ അവിടെ കയറി കഴിഞ്ഞാൽ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടോ QA എഞ്ചിനീയർ ആയിട്ടോ അങ്ങനെ പല വെർട്ടിക്കൽസിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഗേറ്റ് സ്കോർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഇപ്പോഴത്തെ പ്രീ ഫൈനൽ ഇയറിൽ ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഒരു നല്ല ഇന്റേൺഷിപ്സ് ഇട്ടുള്ള അവസരം ഇപ്പോൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളോട് മെയിൻലി 3 പ്രോഗ്രാം ഉണ്ട്. ഒന്ന് ഇന്റഗ്രേറ്റഡ് കോച്ചിങ് ഫോർ ഗേറ്റ് ISR or PSU എക്സാംസ്. അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് പ്ലേസ്മെന്റ് ട്രെയിനിങ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഗേറ്റ് PSU കോച്ചിങ്ങിന് 5 year വാലിഡിറ്റി പ്രോഗ്രാം ഉണ്ട്, ഓൺലൈനായിട്ടുണ്ട്. റെക്കോർഡഡ് വീഡിയോ, ലൈവ് ക്ലാസ്, ടെസ്റ്റ് സീരീസ്, ബുക്സ് എല്ലാം ഉള്ള ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് 5 വർഷത്തെ ആക്സസ് ഉണ്ട്. അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് പ്ലേസ്മെന്റ് ട്രെയിനിങ് ഫ്രീ ആയിട്ടുണ്ട്. രണ്ടാമത് പ്ലേസ്മെന്റ് ട്രെയിനിങ് മാത്രമായിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്. അവിടെ റെസ്യൂമേ കറക്ഷൻ ടു ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ്, വെർബൽ ടു കോഡിംഗ്, നിങ്ങളുടെ ബ്രാഞ്ച് ഏതാണോ ആ ബ്രാഞ്ച് ബേസ്ഡ് കമ്പനി ട്രെയിനിങ്, ഓരോ കമ്പനീന്റെ പാറ്റേൺ ട്രെയിനിങ്, അൺലിമിറ്റഡ് മോക്ക് ഇന്റർവ്യൂ, പ്ലാറ്റ്ഫോം ടു പ്രാക്ടീസ് കോഡിംഗ്, ഓൾ ഈസ് പ്രൊവൈഡഡ് ടു യു. ഇതാണ് പ്ലേസ്മെന്റ് ട്രെയിനിങ്. പിന്നെ ഉള്ളത് കോഡിംഗ് മാത്രം പഠിക്കാം. അത് നമുക്ക് 2 പ്രോഗ്രാമുണ്ട്. കോഡിംഗ് മാത്രമുള്ള ക്ലാസ് ഉണ്ട്. രണ്ടാമത്തെ പ്രോഗ്രാമാണ് 1-to-1 കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡന്റിനെ ഒരു ഫാക്കൽറ്റി ട്യൂഷൻ പോലെ കോഡിംഗ് പഠിപ്പിക്കുന്ന സിസ്റ്റം, അവരുടെ ലെവലിൽ പഠിപ്പിക്കുന്ന സിസ്റ്റം. സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് നാച്ചുറലി, കാരണം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റി ആ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ദാറ്റ് പാർട്ട് ഇസ് ഓൾവേസ് ഇൻവോൾവ്. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ അവർ പ്ലേസ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാം അറ്റ് ദ ഏർലിയസ്റ്റ്. ഇത് നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മുടെ പ്രോഗ്രാം ജോയിൻ ചെയ്യുന്നത് ഓഫ്കോഴ്സ് കുട്ടികൾ ജോയിൻ ചെയ്ത് നമുക്ക് നല്ല കാര്യമാണ്, ബട്ട് മോർ ദാൻ അസ് യു ആർ ഗോയിങ് ടു ബി ബെനിഫിറ്റഡ്. ഇതാണ് നമ്മുടെ എക്സമോ എന്നൊരു ആപ്പ് ഉണ്ട്. അതിൽ ഓരോ കമ്പനീന്റെ ക്വസ്റ്റ്യൻ സീരീസ് മെറ്റീരിയൽസ് ലിസ്റ്റഡ് ആണ്, വിച്ച് യു ക്യാൻ പ്രാക്ടീസ് വൺസ് യു ജോയിൻ അവർ പ്രോഗ്രാം. ഓക്കെ, സെറ്റ് വൈസ് ഉണ്ട്, ലേറ്റസ്റ്റ് പാറ്റേൺ അവൈലബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. ഒറാക്കിൾ ഡിഫറെന്റ് കമ്പനീസിന്റെ പാറ്റേൺ അവൈലബിൾ ആണ്. കോഡിംഗ് ചാലഞ്ച് പ്രോഗ്രാം ഉണ്ട്. സ്പൂൺ ഫീഡിംഗ് പ്രതീക്ഷിക്കേ ചെയ്യലേ. ഇവിടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഇത് കണ്ടിന്യൂസ്ലി മെന്ററിംഗ്. നിധി, യു ആർ ദേർ? Yes, sir. Yes. So can you show a platform where students can practice coding? ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ വീഡിയോ ക്ലാസ്സസ് ആണെങ്കിലും അല്ലാണ്ട് കോഡിംഗ് ക്ലാസ്സസ് ആണെങ്കിലും നിങ്ങൾക്ക് ആണെങ്കിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ മറ്റേതൊരു പ്ലാറ്റ്ഫോമിനെ പോലെ തന്നെ ഇതിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഡ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. സെയിം നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. യു ക്യാൻ ചൂസ് യുവർ ലാംഗ്വേജ്. ആൻഡ് ആസ് ഓഫ് നൗ നമ്മളാണെങ്കിൽ Python 3 മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. C++, ജാവ എന്നുള്ളതൊക്കെ വേറൊരു പ്ലാനിലായിരിക്കും വരുന്നുണ്ടാവുക. സോ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആണെങ്കിൽ ഇവിടെ ഓരോരോ ക്വസ്റ്റ്യൻ വൈസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. സോ ഈ ഒരു പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഡിഫറെന്റ് ലെവൽസ് ഉണ്ട്. ആദ്യം തന്നെ ബിഗിനേഴ്സ് എന്ന് പറയുന്ന ഒരു ലെവൽ ഉണ്ട്, പിന്നെ എന്താണ് ഈസി ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഉണ്ട്, അഡ്വാൻസ്ഡ് ഉണ്ട്, എക്സ്പേർട്ട് ഉണ്ട്. സോ ഈ ഒരു പാറ്റേണിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഓരോരോ ടോപ്പിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നുണ്ടാവുക. അതായത് ബിഗിനർ എന്ന് പറയുന്നതിൽ ഡൈനാമിക് പ്രോഗ്രാമിംഗ് പോലെയുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല എന്നല്ല, ഇവിടെയും നിങ്ങൾക്ക് എന്തുണ്ട്, ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. സപ്പോസ് ഇപ്പോൾ ഒരു ഫിബൊനാച്ചി സീക്വൻസ് നമ്പർ കണ്ടുപിടിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡൈനാമിക് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് തന്നെ ഈ ഒരു കേസിലാണെങ്കിലും നിങ്ങൾക്ക് ഈസിലി യൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. സോ ഈ ഓരോന്നും ഡിസൈൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ കമ്പനിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ആൻഡ് ഈ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്കാണെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ നിങ്ങൾ കമ്പനിയിലേക്ക് കയറാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ആ ഒരു സെയിം രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ആസ് യു കെൻ സി, നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിരിക്കും എന്ത് വരുന്നത്, ക്വസ്റ്റ്യൻ വരുന്നത്. ആൻഡ് റൈറ്റ് സൈഡിലായിരിക്കും നിങ്ങളാണെങ്കിൽ ബേസിക്കലി നിങ്ങളുടെ മറ്റ് കോഡ് കാര്യങ്ങളെല്ലാം എഴുതുന്നുണ്ടാവുക. ആൻഡ് നിങ്ങളിപ്പോ സപ്പോസ് നിങ്ങളാണെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഹലോ എന്ന് മാത്രം പ്രിന്റ് ചെയ്ത് റൺ ചെയ്യാണ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങൾക്ക് എന്താണ് എറർ വരുന്നത്, എങ്ങനെയാണ് എറർ വരുന്നത്, നിങ്ങളുടെ ഔട്ട്പുട്ട് എന്തായിരിക്കണം, ഫെയിൽ ആവുന്നതിന്റെ റീസൺസ് എന്താണ്, ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ അതിന് മാത്രമല്ല നിങ്ങൾക്ക് എത്ര നമ്പർ ഓഫ് ടൈംസ് വേണേലും ഈ ഒരു ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ ഓരോ തവണ അറ്റൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആണെങ്കിൽ ചെക്ക് ചെയ്യാം. അതായത് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, നിങ്ങളുടെ ടൈം കോംപ്ലക്സിറ്റി ബെറ്റർ ആവുന്നുണ്ടോ. ഫോർ സർവീസ് ബേസ്ഡ് കമ്പനീസ് അത് ഒരു പ്രിഫറൻസ് അല്ല എങ്കിൽ പോലും വേറെ മറ്റ് പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനീസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആയിട്ട് തന്നെ വരുന്നുണ്ട്. സോ ആ ഒരു കേസിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് കോഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും.
അത് മാത്രമല്ല നിങ്ങൾക്ക് മറ്റുള്ള കുട്ടികളുമായിട്ട് നിങ്ങൾക്ക് കണക്ട്, ഐ മീൻ അവരുടെ പെർഫോമൻസ് നിങ്ങൾക്ക് കാണാം. ആൻഡ് ബേസ്ഡ് ഓൺ ലീഡർ ബോർഡ് നിങ്ങൾക്ക് ആണെങ്കിൽ നോക്കാം നിങ്ങൾ എത്രത്തോളമാണ് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത്. സോ ഇതിനെ ബേസ് ചെയ്തുള്ള കോഴ്സ് ഡിസ്കഷൻസ് കാര്യങ്ങൾ എല്ലാം നമ്മൾ ഫ്രം ടൈം ടു ടൈം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് സപ്പോസ് ഇപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്ട്രക്ടറുമായിട്ട് ഡൗട്ട് റേസ് ചെയ്യാനായിട്ടുള്ള ഒരു ഫീച്ചറും നമ്മൾ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓൾസോ അസസ്മെന്റ്സും ഫ്രം ടൈം ടു ടൈം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സോ അസസ്മെന്റ്സ് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്ത് പോവാം. ഇത് ഞാൻ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബിഗിനർ ആണെങ്കിലും ഈസി ആണെങ്കിലും ഇന്റർമീഡിയറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. ആൻഡ് അസസ്മെന്റ്സിൽ നിങ്ങൾക്ക് മറ്റെന്തുണ്ടാവും, നിങ്ങൾക്കാണെങ്കിൽ ഒരു കോഡിംഗ് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് തന്നെ അവിടെ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക അതേ ഒരു എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് ഇവിടെയും ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് ഇപ്പോ ഞാനാണെങ്കിൽ ആഡ് ചെയ്തിട്ടില്ല, ബട്ട് നമുക്കാണെങ്കിൽ ഇവിടെ തന്നെ നമുക്കാണെങ്കിൽ അസസ്മെന്റ്സിന്റെയും കൂടെ ആഡ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടാവും. സോ ഇത് മാത്രമല്ല നമുക്ക് ഇതിനകത്ത് മറ്റ് ഫീച്ചേഴ്സും കൂടി ഉണ്ട്. നിങ്ങൾക്ക് അല്ലാണ്ട് റിട്ടേൺ എക്സാംസ് എന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിനകത്ത് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. എനി നമ്പർ ഓഫ് ടൈം നിങ്ങൾക്കാണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കാണെങ്കിൽ ഈ ഒരു അസസ്മെന്റ് കയറി റൺ ചെയ്ത് നോക്കാനായിട്ട്, ഐ മീൻ ഏതൊരു ഫീച്ചർ ആണെങ്കിലും ഏതൊരു ക്വസ്റ്റൻ ആണെങ്കിലും നോർമൽ ഗേറ്റ് ലെവൽ എക്സാം ആണെങ്കിലും പ്ലേസ്മെന്റ് ലെവൽ എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. സോ ആൻഡ് അസസ്മെന്റ്സ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഐ മീൻ അസസ്മെന്റ്സ് പങ്കെടുക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ ഓരോ ചേഞ്ചസ് നിങ്ങൾ എത്രത്തോളം ബെറ്റർ ആവുന്നു, എന്തെല്ലാം നിങ്ങൾ ബെറ്റർ ആവുന്നു, എവിടേക്കാണ് നിങ്ങളുടെ വീക്ക് ഏരിയാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആസ് എ റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. സോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഏതൊക്കെയാണ് ഫോക്കസ് വേണ്ടുന്ന ഏരിയാസ്, അല്ലാത്ത ഏരിയാസ് എന്നും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഇനി ഇവിടെ തന്നെ നിങ്ങൾക്ക് മറ്റ് എന്ത് കിട്ടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ, സപ്പോസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഗേറ്റിന്റെ ഇലക്ട്രോണിക്സ് നിങ്ങൾക്ക് ആണെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗേറ്റ് ഇലക്ട്രോണിക്സിന് വേണ്ടുന്ന ക്വസ്റ്റ്യൻസ്, ഐ മീൻ ടോപ്പിക്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആൻഡ് ഈ ഓരോന്നും നിങ്ങൾക്ക് എടുത്ത് നിങ്ങളുടെ പഠിത്തത്തെ കൂടുതൽ എന്ത് ചെയ്യാം, ബെറ്റർ ആയിട്ട് മൂവ് ചെയ്ത് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങളുടെ ഇത് പ്രോഗ്രസ് എല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ട്രാക്ക് ചെയ്ത് നിങ്ങൾക്കാണെങ്കിൽ എവിടെയൊക്കെയാണ് വീക്ക് ഏരിയാസ് അതെല്ലാം നിങ്ങൾക്ക് നോട്ട് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് റേസ് ചെയ്ത് ടീച്ചറുമായിട്ട് ഡൗട്ട്സ് റേസ് ചെയ്ത് അങ്ങനെ തന്നെ നിങ്ങൾക്കാണെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ഒരു വെർച്വൽ ക്ലാസ് എക്സ്പീരിയൻസ് മാത്രമല്ല, നിങ്ങൾ ആക്ച്വലി ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കേസിൽ കിട്ടുന്നുണ്ട്. കാരണം ഡൗട്ട്സ് ആണെങ്കിലും എന്താണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഈസിലി ആക്സസ് ചെയ്ത് നിങ്ങൾക്ക് ചോദിച്ച് അങ്ങനെ മനസ്സിലാക്കി തന്നെ പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഓൾസോ നിങ്ങളുടെ ലേണിംഗ് ട്രെൻഡ് കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു കേസിൽ ഫോക്കസ് ചെയ്യാനും പറ്റുന്നുണ്ടാവും. സോ താങ്ക് യു നിതിൻ. സോ ദിസ് പ്ലാറ്റ്ഫോം ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ്ങിനുള്ള ഒരു സിസ്റ്റം ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഡൗട്ട്സ് വരുമ്പോൾ അഗൈൻ ഐ റിപ്പീറ്റ്, സ്പൂൺ ഫീഡിങ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. യു ഹാവ് ടു പുട്ട് റിയൽ എഫേർട്ട്. എന്നിട്ട് ഇന്നത്തെ കാലത്ത് ഇപ്പം ഗേറ്റിന്റെ കേസ്, ഗേറ്റ് ISR ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് ആക്സസ് ഉണ്ടാവുക, പ്ലേസ്മെന്റ് ട്രെയിനിങ് ഉള്ളവർക്ക് പ്ലേസ്മെന്റ് ട്രെയിനിങ് എക്സസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ സ്പൂൺ ഫീഡിങ് നിങ്ങൾ പ്രതീക്ഷിക്കല്ലേ. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ചെയ്തിട്ട് ഓഫ് കോഴ്സ് ശരിയായില്ലെങ്കിൽ ഫാക്കൽറ്റി വിൽ കം ലൈൻ ആൻഡ് ക്ലിയർ യുവർ ഡൗട്ട്സ്. ഇപ്പൊ അങ്ങനത്തെ ഇവിടെ നമ്മൾ ചെയ്യുന്ന മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്പൂൺ ഫീഡിങ് അല്ല, മെന്റർ യു ടിൽ യു ഗെറ്റ് യുവർ ഡ്രീം ജോബ്. ഓക്കെ. അപ്പൊ കഴിഞ്ഞ വർഷങ്ങൾ എടുക്കുമ്പോൾ സോ വി ഹാവ് ദാറ്റ് എക്സ്പീരിയൻസ് ഓഫ് മെന്ററിങ് സ്റ്റുഡൻസ് ആർ വെരി ഹാർഡ് വർക്കിംഗ്. അല്ലാതെ ഇപ്പൊ ഒരു കുട്ടി 12ാം ക്ലാസ് ബയോളജി ആണെങ്കിൽ ലോജിക് ഇല്ല, വി ക്യാൻ ഡു നത്തിങ്, അങ്ങനെയുള്ള ഹെൽപ്പ് ചെയ്യാനേ പറ്റില്ല. എഫേർട്ട് ഷുഡ് കം ഫ്രം യു. നമ്മുടെ ഭാഗത്തുള്ള എന്താണ്, വി ഗിവ് യു ഗെറ്റ് ഓൾ ദ ആക്സസ്. എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ പ്ലേസ്മെന്റ് ട്രെയിനിങ്ങിനകത്ത് റൈറ്റ് ഫ്രം റെസ്യൂമെ പ്രിപ്പറേഷൻ ടു മോക്ക് ഇന്റർവ്യൂ, ടെക് ആൻഡ് HR മോക്ക് ഇന്റർവ്യൂ. ഇപ്പം സിവിൽ സ്റ്റുഡൻസിന് ശോഭ ഡെവലപ്പേഴ്സ് കഴിഞ്ഞ ക്വസ്റ്റ്യനാണ്, സിവിൽ എഞ്ചിനീയർ ഹൗ ക്യാൻ യു പ്രൊട്ടക്ട് മുല്ലപ്പെരിയാർ ഡാം ചോദിച്ച ക്വസ്റ്റ്യനാണ്. കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്ക് ഇൻഫോസിസ് ചോദിച്ച ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്പെഷ്യൽ റെയിൽവേ സെഷൻ വിച്ച് ഇസ് ഇഷ്യൂയിങ് ടിക്കറ്റ്സ് ടു ദ പേഴ്സൺ ഹൂസ് ടിക്കറ്റ് കൊടുക്കുകയാണ്. ടിക്കറ്റ് ചോദിക്കുമ്പോൾ 3 കാര്യങ്ങൾ ചോദിക്കാറുണ്ട്: ഏജ്, പിന്നെ പിൻകോഡ്, പിന്നെ അഡ്രസ്. ഇതെന്ത് കൺസെപ്റ്റിനോട് അനലോഗസ് ആയിരുന്നു, ലൈക്ക് ദാറ്റ്, വിച്ച് ഇസ് സ്ട്രക്ചർ ഇൻ സി. ഡീറ്റെയിൽ ആയിട്ട് സോ ഓൾ ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വി വർക്ക് ഔട്ട് ഇൻ മോക്ക് ഇന്റർവ്യൂസ്. പഠിപ്പിച്ചു തരും, പ്രാക്ടീസ് ചെയ്യും. പക്ഷെ സ്പൂൺ ഫീഡിങ് അഗൈൻ റിപ്പീറ്റ്, കാരണം all of us should be in same wavelength. ഇതേ ഉള്ളൂ. ഇവിടെ പഠിച്ച പ്ലേസ്മെന്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ no one can guarantee, but one thing we can tell you, പ്ലേസ്ഡ് ആവാതിരിക്കാനുള്ള പോസിബിലിറ്റി കുറയ്ക്കാൻ പറ്റും.
പ്ലേസ്ഡ് ആവാതിരിക്കാനുള്ള കാരണം എന്താണ്? ആപ്റ്റ്യൂഡ് പ്രാക്ടീസ് ഇല്ല. ദാറ്റ് ക്യാൻ ബി എലിമിനേറ്റഡ്. കോഡിംഗ് ശരിയാവുന്നില്ല. വിത്ത് യുവർ സപ്പോർട്ട് നമുക്കത് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇന്റർവ്യൂ ഫോബിയ കുറെയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രാക്ടീസ്, ഇത്രയും കമ്പനികളിലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നോർമലി പ്ലേസ്ഡ് ഒരു 5 സ്റ്റുഡൻസിനെ ക്ലാസ്സിൽ നിന്ന് ഹയർ ചെയ്താൽ യു വിൽ ബി 1 among them. പിന്നെ ചില കുട്ടികൾക്ക് ഒട്ടും കോഡിംഗ് ബേസ് ഉണ്ടാവില്ല. at level 0 I recommend 1-to-1 coding for them. ചില കുട്ടികൾക്ക് level 2 ആണ്, level 5 പോകണമെങ്കിൽ again normal coding plus minimal 1-to-1 coding will be helpful for them. ഇങ്ങനെയാണ് നമ്മുടെ പ്ലാൻ പോകുന്നത്. ഓക്കെ, നോ സ്പൂൺ ഫീഡിങ് ആൻഡ് you cannot expect magic without putting effort. ഇനി ചിലർ ചോദിക്കാറുണ്ട് S7I പ്രോജക്റ്റ് ഉണ്ട്, സെമിനാർ ഉണ്ട്, ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമോ? സോ ദ വെരി പർപ്പസ് ഓഫ് യു joining this course is to get placed എന്നാണ് എന്റെ വിശ്വാസം. 2027 ജൂണിലാവും നിങ്ങൾ പാസ് ഔട്ട് ആവും. ഐഡിയലി യു ഷുഡ് ഗെറ്റ് പ്ലേസ്മെന്റ് ബിഫോർ October 2026. അപ്പം ഈ പർപ്പസ് തന്നെ പ്ലേസ്ഡ് ആവുന്നതാണ്. അപ്പൊ ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ കോഴ്സ് കഴിഞ്ഞ് 1 year 2 years പറ്റിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. സോ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റിനുള്ള പോസിബിലിറ്റി നെക്സ്റ്റ് 4 months ആണ്. അത് ടൈം മാനേജ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. വി ഡോണ്ട് ഹാവ് എനി മാജിക്. വി ക്രിയേറ്റ് സ്റ്റഡി പ്ലാൻ, ബട്ട് ടൈം മാനേജ്മെന്റ് ഹാസ് ടു കം ഫ്രം യുവർ എൻഡ്. ഒരു ഗൂഗിൾ ഫോം ഷെയർ ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഫിൽ ദ ഗിവ് us ഫീഡ്ബാക്ക് ഓൺ ടുഡേ സെഷൻ. 2-3 കാര്യങ്ങൾ. ഗേറ്റ് പഠിക്കുന്ന കുട്ടികൾക്ക് 3 രീതി പഠിക്കാം. PSU പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടിയുടെ പ്ലാൻ അല്ല IIT ലണ്ടൻ കിട്ടാനുള്ള പ്ലാൻ, അതല്ല സാധാരണ ഒരു പ്രൈവറ്റ് കമ്പനി കിട്ടാനുള്ള പ്ലാൻ. ഇപ്പൊ ഗേറ്റ് സ്കോർ വെച്ച് നിങ്ങൾക്ക് DIAC പൂനെ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്വാൻസ് ടെക്നോളജി PG ചെയ്യാൻ പറ്റും. പിന്നെ ഫെലോഷിപ്പ് പ്രോഗ്രാം IIMSൽ ചെയ്യാൻ പറ്റും. അവിടെ 35,000 രൂപ സ്റ്റൈഫൻഡോടെ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ CGP മീൻസ് സെന്റർ ഫോർ ഗേറ്റ് ആൻഡ് പ്ലേസ്മെന്റ്. We are doing placement training with 85 colleges, okay, and with some deemed universities in North India. വ്യത്യാസതേ ഉള്ളൂ, കേരളത്തിലെ കുട്ടികൾ ഇപ്പൊ പ്ലേസ്മെന്റ് കുറയാനുള്ള കാരണം അവർ ലാസ്റ്റ് നിമിഷമാണ് പഠിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ന് എല്ലാ കോളേജസും അവരുടെ പരമാവധി പ്ലേസ്മെന്റ് ട്രെയിനിങ് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പരമാവധി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. They arrange 10 to 15 days of training ചെയ്യുന്നവരുണ്ട്, 5 to 15 days of training ചെയ്യുന്ന കോളേജസ് ഉണ്ട്. നമ്മുടെ പ്രത്യേകത, we don't have any time constraint. നമ്മുടെ ഡ്യൂറേഷൻ ടിൽ യു ഗെറ്റ് പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ചില കോളേജസ് 1 mock interview 2 mock interviews കൊടുക്കാറുണ്ട്. നമ്മൾ 50 mock interviews അത്ര ആവശ്യം വന്നിട്ടില്ല, വരെ കൊടുക്കാൻ നമുക്ക് പറ്റും. അണ്ടർസ്റ്റുഡ്? ബിക്കോസ് വി സപ്പോർട്ട് ടിൽ യു ഗെറ്റ് പ്ലേസ്മെന്റ്. ഈ പ്ലാറ്റ്ഫോം ഓൾ ആർ യുണീക്ക്. ഇതേ ഉള്ളൂ. നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഉണ്ട്, ബുക്സ് ഉണ്ട്, ക്വസ്റ്റ്യൻ ടെസ്റ്റ് സീരീസ് ഉണ്ട്. ഓക്കെ, ഒരു മെന്റർ ചെയ്ത് മോൾഡ് ചെയ്ത് കൊണ്ടുവന്ന പ്ലാൻ ആണുള്ളത്. 2 പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോട്ടെ. ഫ്രണ്ട്സ് ജോയിൻ ചെയ്യുന്നത് കണ്ട് ഈ പ്രോഗ്രാം ജോയിൻ ചെയ്യല്ലേ. കാരണം അവരുടെ കരിയർ പ്ലാൻ അല്ല നിങ്ങളുടെ കരിയർ പ്ലാൻ. നിങ്ങളുടെ പ്ലേസ്മെന്റ് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അപ്പം ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് ഇന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാം. വി വിൽ സ്റ്റാർട്ട് എ ബാച്ച് പ്ലാൻ ടുമാറോ. ഇപ്പൊ നാളെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് പ്ലാൻ ഉണ്ടാവും. ഇതിന്റെ ഭാഗമായിട്ട് 1-2 വാല്യൂ ആഡഡ് ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. വാല്യൂ അഡീഷൻ മീൻസ് we are not charging any fee for that. It is provided as value addition. So please fill the Google form, and if you are interested to join, then you can WhatsApp to us. We are not offering the cheapest product, but we are giving you affordable product. സാധാരണ ഒരു കുട്ടിക്കും പഠിക്കാൻ പറ്റുന്ന റേഞ്ചിലാണ് ഉള്ളത് ഈ നമ്മുടെ പ്രോഗ്രാം ഉള്ളത്. അപ്പൊ ഇവിടെ ഫാൾസ് പ്രോമിസ് ഒന്നുമില്ല. നമ്മൾ പ്ലേസ്മെന്റ് കമ്പനിയെ കൊടുക്കുന്ന ഓർഗനൈസേഷൻ അല്ല. നിങ്ങളുടെ കോളേജിൽ കമ്പനീസ് വരുമ്പം, അല്ലെങ്കിൽ ഇൻഫോസിസ് TCS പോലത്തെ നാഷണൽ ഡ്രൈവ്സ് വരുമ്പം അത് കിട്ടാനുള്ള ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹാവിങ് സെഡ് സോ, കഴിഞ്ഞ വർഷം നമ്മൾ വാല്യൂ അഡീഷൻ ആയിട്ട് കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലാതെ 4 പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തു. വിച്ച് വി കാനോട്ട് കമ്മിറ്റ് ദിസ് ടൈം ഓൾസോ. കൊടുത്തിട്ടുണ്ട്. ബട്ട് ഡസന്റ് മീൻ ദാറ്റ് യു ഷുഡ് നോട്ട് ജോയിൻ ഫോർ ദാറ്റ്. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഒറ്റ കാരണം ഉണ്ടാകാൻ പാടുള്ളൂ, ISROയിലോ IITയിലോ PSCയിലോ കിട്ടണം, അല്ലെങ്കിൽ ടോപ്പ് കമ്പനി പ്ലേസ്മെന്റ് കിട്ടണം, അല്ലെങ്കിൽ കോഡിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യണം. ആ പർപ്പസിന് വേണ്ടി മാത്രമാണ് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യേണ്ടത്. അഗെയിൻ ഡോണ്ട് എക്സ്പെക്ട് സ്പൂൺ ഫീഡിങ്. ഓക്കെ, എനി ഡൗട്ട്സ് ഐ ബി മോർ ദാൻ ഹാപ്പി ടു ക്ലിയർ ഇറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ബി ഫ്രീ ടു ആസ്ക്. യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് ആസ്ക്, ഓർ യു ക്യാൻ വാട്സ്ആപ്പ് ടു ദ ഓഫീസ് നമ്പർ ആൻഡ് ദേ മേ കണക്ട് ടു മീ ഇഫ് ദേ ആർ നോട്ട് ഏബിൾ ടു ക്ലിയർ ദ ഡൗട്ട്സ് ഫ്രം ദെയർ എൻഡ്. സോ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫ്രം നൗ ഓൺവേർഡ്സ്. ഓൾ ദ ബെസ്റ്റ്. ഇന്റേൺഷിപ്പ് ചെയ്തില്ലെങ്കിൽ പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആണെങ്കിൽ ഇന്റേൺഷിപ്പ് ഷുഡ് ബി ഗിവൺ ഹയർ പ്രയോറിറ്റി. ഇനി ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് നല്ലതാണ്, ബട്ട് പ്ലേസ്മെന്റ് പ്രിപ്പറേഷൻ ആണ് ഹയസ്റ്റ് പ്രയോറിറ്റി.